class of academy. So, we last class discuss reproductive health problems and strategies or population പ്രശ്നങ്ങൾ അതെങ്ങനെ ഉണ്ടാവുന്നു അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി വാർത്തെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് RCH പ്രോഗ്രാം, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലൂടെ ധാരാളം അവയർനെസ് ആളുകളിലോട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വേറെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സെക്സ് റിലേറ്റഡ് ക്രൈംസ് ഉണ്ട്. ഈ സെക്സ് റിലേറ്റഡ് ക്രൈംസ് എല്ലാം ഉണ്ടാവുന്നു. പ്രധാനം ഈ സെക്സ് റിലേറ്റഡ് ക്രൈംസ് എല്ലാം പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മിക്കവാറും പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയവരായിരിക്കത്തില്ല. പിന്നെ ഈ അഡോളസൻസ് ഉള്ള കുട്ടികളെല്ലാം ഇതിലോട്ട് വരുന്നുണ്ട്, ഈ സെക്സ് റിലേറ്റഡ് ക്രൈമിൽ പെടുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലായ്മയാണ്, ഒരു അവയർനെസ് ഇല്ലായ്മയാണ് ഇതിലോട്ട് എത്തുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ആളുകളിലോട്ട് എത്തിക്കണം. ഈ സെക്സ് റിലേറ്റഡ് ക്രൈംസ്, സെക്സ് റിലേറ്റഡ് അബ്യൂസ്, സെക്സ് അബ്യൂസ് വളരെ കൂടുന്നു. അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ആളുകളിൽ പ്രോപ്പറായിട്ട് എത്തിക്കുക. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഭ്രൂണഹത്യ ഉണ്ട് അല്ലെ, പെൺകുട്ടികൾ എന്ത് ചെയ്യാന്ന് കൊന്നുകളയുക. അമ്മയുടെ യൂട്രസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പെൺകുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പെൺകുഞ്ഞിനെ കൊന്നുകളയുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണെങ്കിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വളരെ കൂടുതലായി നടക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയും. ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ വളരെ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ ഇതൊക്കെ വളരെയധികം എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യപ്പെടേണ്ടതാണ്. ആൺകുഞ്ഞിന് ജന്മം എടുക്കാൻ അവകാശം, ആൺകുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് ഇവിടെ പെൺകുട്ടിക്കും ജീവിക്കാനുള്ള അവകാശം, രണ്ടും ഒരുപോലെയാണ് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ആ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം. അതിനെ എന്ത് ചെയ്യണം, അതിനെ തടയണം, ശ്രമിക്കണം. അതിനെ ലീഗലായിട്ട് തടയാൻ ഗവൺമെന്റ് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം. അതൊക്കെ ആളുകളിലോട്ട് എത്തിക്കാൻ ഈ RCH പ്രോഗ്രാം വഴി എന്ത് ചെയ്യുന്നുണ്ട്, കഴിയുന്നുണ്ട്. അതുപോലെ എല്ലാ ആളുകളിലേക്കും, എല്ലാ കുട്ടികളിലേക്കും മാസീവായിട്ട് ഇമ്മ്യൂണൈസേഷൻ അല്ലെ, ഈ പറഞ്ഞ വാക്സിനേഷൻ എല്ലാ കുട്ടികളിലോട്ടും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എല്ലാ ഏരിയയിലോട്ടും, എല്ലാ ഏരിയയിലുള്ള കുട്ടികളിലോട്ടും, റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും എല്ലാ ആളുകളിലേക്കും, കുട്ടികളിലേക്കും ഇമ്മ്യൂണൈസേഷൻ നടത്താൻ പറ്റണം, വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ അവരുടെ ഒരു ഹെൽത്തി ആയിട്ട് അവരെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ RCH പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട എന്തായിരുന്നു, ഒബ്ജക്റ്റീവായി RCH. അതുപോലെ പ്രോപ്പറായിട്ട് ഈ കറക്റ്റായിട്ട് ആളുകളിൽ പ്രോപ്പറായിട്ട് ഇത് അവയർനെസ് എത്തണമെങ്കിൽ, സെക്സ് റിലേറ്റഡ് അവയർനെസ് എത്തണമെങ്കിൽ പ്രധാനമായിട്ട് എഡ്യൂക്കേഷനിലൂടെ പറ്റത്തുള്ളൂ. അപ്പൊ ആ എഡ്യൂക്കേഷൻ എവിടെ നിന്ന് തുടങ്ങണം, സ്കൂൾ തലത്തിൽ നിന്ന് തുടങ്ങണം. അപ്പൊ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ നടത്തണം. പണ്ട് ഇതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നതായിരുന്നു. സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ മസ്റ്റ് ആക്കണം. പ്രധാനമായിട്ട് മനസ്സിലാക്കുക, സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു. ഈ ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങളിലോട്ട് മാത്രം ഒതുങ്ങുകയാണ്. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളോ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികളോ, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളോ ഇതൊന്നും ഇത് പഠിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഇല്ല. അപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കമ്പൾസറി ആക്കുന്നത് വഴി മാത്രമേ പ്രധാനമായിട്ടും അഡോളസൻസ് പീരീഡിലുള്ള നിങ്ങളിലോട്ട് ഇതിന്റെ പ്രോപ്പർ ഇൻഫർമേഷൻ എത്തിക്കാനും ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയത്തുള്ളൂ. അപ്പൊ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഇതെന്ന് പറയുന്നത് ആളുകളിൽ, കുട്ടികളിലേക്ക് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ എത്തിക്കേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പ്രോപ്പറായി ഇൻഫർമേഷൻ എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പേരൻസിന് വലിയ റോളുണ്ട്, ടീച്ചേഴ്സിന് വലിയ റോളുണ്ട്, അതുപോലെ റിലേറ്റീവ്സിന് വലിയ റോളുണ്ട്. ഇവരെല്ലാവരും അവരവരുടെ റോള് ഭംഗിയെ നിർവഹിച്ചാൽ മാത്രമേ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി നമുക്ക് വാർത്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും സ്ട്രാറ്റജീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അടുത്തൊരു ടോപ്പിക് ഇങ്ങനെയാണ്, അപ്നിയോസെന്റസിസ് എന്നൊരു ടെക്നിക്ക്. എന്താണ് അപ്നിയോസെന്റസിസ്? സെന്റസിസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാവിറ്റിയിലുള്ള ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നതിന് പറയുന്ന പേരാണ് സെന്റസിസ്. എക്സ്ട്രാക്ഷൻ ഓഫ് എ ഫ്ലൂയിഡ് ഫ്രം എ ക്യാവിറ്റി. സർജിക്കൽ എക്സ്ട്രാക്ഷൻ ഓഫ് എ ഫ്ലൂയിഡ് ഫ്രം എ ക്യാവിറ്റി. ഒരു ക്യാവിറ്റിയിൽ നിന്ന് ഫ്ലൂയിഡ് ഒരു സിറിഞ്ച് വഴി കുത്തിയെടുക്കുന്നതിന് പറയുന്ന പേരാണ് സെന്റസിസ്. അപ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യൂട്രസിനകത്ത് സെർവിക്സ് വജൈനയായിട്ട് വിചാരിക്കുക. ഓക്കെ, യൂട്രസ്. ഈ യൂട്രസിനകത്ത് കുഞ്ഞ് കിടക്കുന്നത് യൂട്രസിനകത്ത് കുഞ്ഞ് കിടക്കുന്നത് ഒരു ക്യാവിറ്റിയിലാണ്. ഓക്കെ,
നമുക്ക് പഠിക്കാനൊന്നുമില്ലായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് അപ്നിയോട്ടിക് ക്യാവിറ്റി. എന്താ പേര്? ആ ക്യാവിറ്റിയുടെ പേരെന്താ? അപ്നിയോട്ടിക് ക്യാവിറ്റി. അപ്നിയോട്ടിക് ക്യാവിറ്റി. ഈ അമ്നിയോട്ടിക് ക്യാവിറ്റിയിൽ കുഞ്ഞിനെ സറൗണ്ട് ചെയ്ത ഒരു ഫ്ലൂയിഡ് ഉണ്ട്. നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നാ പറയും. ഈ ഫ്ലൂയിഡിലാണ് കുഞ്ഞ് കിടക്കുന്നത്. ഈ ഫ്ലൂയിഡിൽ കുഞ്ഞിന്റെ സെൽസ് ഉണ്ടാവും, കുഞ്ഞിന്റെ ബേൺ ഔട്ട് സെൽസ് ഉണ്ടാവും. ഓക്കെ, കുഞ്ഞിൽ നിന്ന് ഡിസ്ട്രോയിഡ് ആവുന്ന പഴയ സെൽസ് എങ്ങോട്ടാണ് ഇവിടുന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് വരുന്നത്. അപ്പൊ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ത് എടുക്കുന്നു? പുറത്തേക്ക് കുത്തിയെടുക്കാൻ പറ്റും. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സഹായത്താൽ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ത് എടുക്കാം? കുത്തിയെടുക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് സാധാരണ നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുഞ്ഞിന്റെ ഓർഗൻസ് എല്ലാം വളരുന്നതേ ഉള്ളൂ. അപ്പൊ പ്രോപ്പർ ആ സമയത്ത് നമുക്ക് ചെയ്യാം. വളർന്നു കഴിഞ്ഞാൽ പിന്നെ പാടാ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യും? കുത്തിയെടുക്കും. അപ്പൊ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ എന്തുണ്ട്? കുഞ്ഞിന്റെ സെൽസ് ഉണ്ട്. ഈ സെൽസ് നമ്മൾ ലാബിൽ കൊണ്ടുപോയി കൾച്ചർ ചെയ്യും. ആ സെൽസിന്റെ കാരിയോ ടൈപ്പ് മനസ്സിലാക്കും. എന്താ മനസ്സിലാക്കുന്നത്? കാരിയോ ടൈപ്പ്. കാരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്രോമസോമൽ പാറ്റേൺ എന്ന് പറയും. കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രോമസോമൽ പാറ്റേൺ. അപ്പൊ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അതിന്റെ സെൽസിനെ കാരിയോ ടൈപ്പ് നടത്തുമ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ യൂസ്ഫുൾ സൈഡ് എന്ന് പറയുന്നത്, അത് ഇതിന് യൂസ് പറയാം. ഇതിന് യൂസും ഉണ്ട്, മിസ്യൂസും ഉണ്ട്, അബ്യൂസും ഉണ്ട്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സെൽസിന്റെ ക്രോമസോമൽ പാറ്റേൺ പഠിക്കുമ്പോൾ, കാരിയോ ടൈപ്പ് പഠിക്കുമ്പോൾ എന്തെങ്കിലും ജനിതക തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്രോമസോമുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ഉണ്ട്. ഡൗൺ സിൻഡ്രം, ക്ലൈനിഫൽറ്റേർ സിൻഡ്രം, ടർണേർ സിൻഡ്രം, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ തുടങ്ങിയ ജനിതക രോഗങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സെൽസിന്റെ കുഞ്ഞിന്റെ കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് കുഞ്ഞിന്റെ സെൽസ് എടുത്ത് ആ സെൽസ് കാരിയോ ടൈപ്പ് ക്രോമസോമൽ സ്റ്റഡിക്ക് വിധേയമാക്കുമ്പോൾ അതിന് എന്തെങ്കിലും ആ കുഞ്ഞിന് ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ എന്ന് മനസ്സിലാക്കും. അങ്ങനെ ജനറ്റിക് ഡിസോർഡർ ഉള്ള കുഞ്ഞാണെങ്കിൽ ഏതെങ്കിലും കപ്പിൾസ് ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറാവും. അപ്പൊ വേണ്ട, അപ്പൊ ആ കപ്പിൾസിന് ആ കുഞ്ഞ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? അബോർഷൻ ചെയ്യാം. അതിനെന്ത് ചെയ്യാം? നശിപ്പിച്ച് കളയാനുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അബോർഷൻ എന്ന് പറയുന്നത് വളരെ റിസ്ക് അല്ല. സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും എത്തുമ്പോൾ റിസ്ക് ആയി മാറും. അത് ആരോഗ്യത്തെ സാരമായി അമ്മയുടെ ആരോഗ്യത്തെ സാരമായി ഇത് ബാധിക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നശിപ്പിച്ച് കളയാം. അതാണ് അതിന്റെ യൂസ്. അപ്പൊ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജനറ്റിക് ഡിസോർഡേഴ്സ് വല്ലതും ഉണ്ടോ എങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് എന്ത് സഹായിക്കാം? അമ്നിയോസെന്റസിസ്. ഇനി ചില ജനറ്റിക് ഡിസോർഡേഴ്സ് ആണെങ്കിൽ ആ ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂർ ചെയ്യാൻ പറ്റും. എയർലി നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡെലിവറിയോട് കൂടി തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ട്രീറ്റ്മെന്റ് ആരംഭിച്ച് സുഖപ്പെടുത്താൻ കഴിയാവുന്ന കേസ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ പേരൻസിന് അത് പറഞ്ഞ് അവർക്ക് പേരൻസിന് ആ കുഞ്ഞിനെ ഓക്കെ പ്രശ്നമില്ല, ജന്മം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ട്രീറ്റ്മെന്റും ആരംഭിക്കാം. ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവരോട് പറഞ്ഞ് അവരുടെ സമ്മതം വാങ്ങിയിട്ട് അബോർട്ട് ചെയ്യാം. ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുന്നതാണ്, ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് എന്ത് ചെയ്യാം? ഡെലിവറി നടത്തി ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ജനറ്റിക് ഡിസോർഡേഴ്സ് മനസ്സിലാക്കാൻ അമ്മയുടെ യൂട്രസിനകത്തുള്ള കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ന് പറയുന്ന അമ്നിയോസെന്റസിസ്. എന്നാൽ ഇതിന്റെ മിസ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫീമെയിൽ ഫീറ്റിസൈഡ്. എന്തിനു വേണ്ടി മിസ്യൂസ് ചെയ്യും? ഫീമെയിൽ ഫീറ്റിസൈഡ്. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ കുഞ്ഞിന്റെ ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കാം. കുഞ്ഞിന്റെ ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ഡിപ്ലോയിഡ് ആണ്. ഇത് മെയിൽസിന്റെ കാരിയോടൈപ്പ് എന്ന് പറയുന്നത് 44A അധികം XY-യും ഫീമെയിൽസിന്റെ കാരിയോടൈപ്പ് എന്ന് പറയുന്നത് 44A അധികം XX ആണ്. എ എന്ന് ഉദ്ദേശിക്കുന്ന ഓട്ടോസോമാണ് കേട്ടോ. 44 ഓട്ടോസോമും 2 സെക്സ് ക്രോമസോം. മെയിൽസിലെ സെക്സ് ക്രോമസോം ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും ആണ്. ഫീമെയിൽസിലെ 2 സെക്സ് ക്രോമസോമും എക്സ് ആണ്. 2 സെക്സ് ക്രോമസോമും എന്താണ്? എക്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് സെൽസ് കുത്തിയെടുത്ത് അതിന്റെ കാരിയോടൈപ്പ് മനസ്സിലാക്കുമ്പോൾ ഇതുപോലെ ആണ് കാരിയോടൈപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ XX ആണെങ്കിൽ ഇത് ഫീമെയിൽ ആണെന്നും XY ക്രോമസോം ആണെങ്കിൽ മെയിൽ ആണെന്നും അത് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ അപ്പൊ അതിന്റെ അർത്ഥം അവിടെ എന്ത് നടത്തിയെന്നർത്ഥം? ഫീമെയിൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത ആ കുഞ്ഞ്, അതായത് കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്തെന്നർത്ഥം. കുഞ്ഞിന്റെ സെക്സ് മനസ്സിലാക്കാനാണല്ലോ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. കുഞ്ഞിന്റെ ജനറ്റിക് ഡിസോർഡേഴ്സ് മനസ്സിലാക്കാനാണ്. ജനറ്റിക് ഡിസോർഡേഴ്സ് വല്ലതും ഉണ്ടോ, ക്രോമസോമൽ അബ്നോർമാലിറ്റി വല്ലതും ഉണ്ടോ മനസ്സിലാക്കാനാണ് നമ്മൾ അമ്നിയോസെന്റസിസ് നടത്തുന്നത്. എന്നാൽ ഇവിടെ അത് എന്തിനു വേണ്ടി മിസ്യൂസ് ചെയ്തു? കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി മിസ്യൂസ് ചെയ്തു. അങ്ങനെ കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തി പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെന്ത് ചെയ്യും? പെൺകുഞ്ഞ് അവരെ വേണ്ട, കപ്പിൾസിന് വേണ്ട, അതിനെ അവരെ അബോർഷൻ ചെയ്യും. അത് നമ്മൾ MTP എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കാം.
അബോർഷന് വിധേയമാക്കി ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയുന്നു. അതിനെ വിളിക്കുന്നവരാണ് ഫീമെയിൽ ഫീറ്റിസൈഡ്. അപ്പൊ അതിന്റെ അർത്ഥം ഫീമെയിൽ ഫീറ്റിസൈഡിന് വേണ്ടി ഇതെന്ത് ചെയ്യുന്നു, ഈ അമ്നിയോസെന്റസിസ് എന്ന ടെക്നിക്ക് എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഇന്ത്യയിൽ അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത് അതിന്റെ യൂസ്ഫുൾ സൈഡിനേക്കാൾ അത് എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യപ്പെടുന്നു കൂടുതലായിട്ട്. അതുകൊണ്ട് നമ്മുടെ അമ്നിയോസെന്റസിസ് എന്നുള്ള ടെക്നിക്ക് നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കാരണം ആ ബാൻ വളരെയധികം വേണ്ടതാണ്. ആ ബാൻ ബാനിലൂടെ മാത്രമേ നമുക്ക് ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, അതിന്റെ നമ്പർ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ബാൻ ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇല്ലീഗലായിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ് നടത്തുന്നുണ്ട്. ഈ അമ്നിയോസെന്റസിന്റെ കാര്യമായ ഫീമെയിൽ ഫീറ്റിസൈഡ് നടത്തുന്നുണ്ട്. ഓക്കെ, അതൊക്കെ വലിയ ഹയർ ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, അതിലൂടെ ഞാൻ കിടക്കുന്നില്ല. അപ്പൊ അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആ ബാൻ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഫീമെയിൽ ഫീറ്റിസൈഡ് കൺട്രോൾ ചെയ്യാനായിട്ട്, അത് നിയന്ത്രിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ അമ്നിയോസെന്റസിസ് എന്ന ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പോകാനുള്ളത് ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ചാണ്. ബർത്ത് കൺട്രോൾ ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബർത്തിനെ തടയുന്നു, ജനനം തടയുന്ന ഒരു കുഞ്ഞിന്റെ ബർത്തിനെ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്സ്, ബർത്ത് കൺട്രോൾ മെഷേഴ്സ്. ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ് പഠിക്കേണ്ടത്. ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഇത് നമ്മൾ ഇങ്ങനെ പറയും, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ബർത്ത് കൺട്രോൾ ഉപയോഗിക്കുന്ന വേറൊരു പേരാണ് കോൺട്രാസെപ്ഷൻ. പ്രിവെൻഷൻ ഓഫ് ബർത്ത് ഓഫ് എ ചൈൽഡ്. ഒരു കുഞ്ഞിന്റെ ബർത്ത് പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് കോൺട്രാസെപ്ഷൻ. അങ്ങനെ കോൺട്രാസെപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകളെ കുറിച്ച്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച്. അവൈലബിൾ ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇതും RCH പ്രോഗ്രാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. ആളുകളിലേക്ക്, യുവാക്കളിലേക്ക്, അഡോളസൻസ് പീരീഡിലുള്ള റീപ്രൊഡ്യൂസിബിൾ ഏജിലുള്ള ആളുകളിലേക്ക്, മാരേജ് കഴിഞ്ഞ ആളുകളിലേക്ക് പ്രോപ്പറായിട്ട് എന്തൊക്കെ അവർക്ക് ഉടനെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുവഴി പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരിലേക്ക് എന്തൊക്കെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെ, ഫോർ എക്സാമ്പിൾ കോണ്ടംസ് പോലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ ആണ്, എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ ആളുകളിലോട്ട് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ എത്തിക്കേണ്ടതും RCHന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അതിനു മുമ്പ് ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസിന്റെ ഐഡിയൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. An ideal contraceptive device. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് എന്താ? ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഐഡിയൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കണം ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ്? നമ്പർ 1, യൂസർ ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. യൂസർ ഫ്രണ്ട്ലി, ദാറ്റ് മീൻസ് സെൽഫ് യൂസബിൾ ആണെങ്കിൽ അത്രയും നല്ലതാണ് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. കോണ്ടംസ് യൂസർ ഫ്രണ്ട്ലി ആണ്. Then ഈസിലി അവൈലബിൾ, എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ്. കോണ്ടംസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ്, മെഡിക്കൽ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം. ഉപയോഗിക്കുന്നത് അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കോൺട്രാസെപ്ഷൻ പോസിബിൾ ആവണം, ബർത്ത് കൺട്രോൾ പോസിബിൾ ആവണം. ഫെയിലിയർ ചാൻസ് വളരെ കുറവായിരിക്കണം. അപ്പൊ വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കണം. ആൻഡ് ആൾസോ റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണമെങ്കിൽ അത്രയും നല്ലത്. ഫോർ എക്സാമ്പിൾ കോണ്ടംസ് റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, വൺ ടൈം യൂസ് ആണ്, ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. എന്നാൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകളുണ്ട്, അതൊക്കെ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഫീച്ചേഴ്സും വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഫീച്ചേഴ്സ് ഒക്കെ ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസിന്റെ ഐഡിയൽ ഫീച്ചേഴ്സ് ആണ്. പക്ഷേ എല്ലാം ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന നിർബന്ധമില്ല, ചില ഫീച്ചേഴ്സ് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, അതൊക്കെ ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇഫക്റ്റീവ് ആവണം, റിവേഴ്സിബിൾ ആയിരിക്കണം, and no or least
സൈഡ് എഫക്ട്സ്. നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. അത് ഉപയോഗിക്കുന്നുണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ തീരെ സൈഡ് എഫക്ട്സ് കുറവായിരിക്കണം. സൈഡ് എഫക്ട്സ് കൂടിയ ഒരെണ്ണം അത് ഉപയോഗിക്കുന്നുള്ള സൈഡ് എഫക്ട്സ് കൂടിയ ഒരെണ്ണം കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കാൻ പാടില്ല. സോ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ തന്നെ തീരെ കുറവായിരിക്കണം അതിന്റെ സൈഡ് എഫക്ട്സ്. നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. ഓക്കെ, കോണ്ടംസ് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല. എന്നാൽ ചിലതുണ്ട്. ഇപ്പം ഡ്രഗ്, ഫീമെയിൽസ് കഴിക്കുന്ന ഗുളികകളുണ്ട്, പിൽസ് എന്ന് പറയും, ഗർഭനിരോധന ഗുളികൾ എന്നൊക്കെ പറയും. അതിനൊക്കെ ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. സോ നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. Then should not interfere with the sexual drive or act or desire. Should not interfere with the sexual drive or desire or act. ഇത് ഇന്റർഫിയർ ചെയ്യരുത്, തടസ്സം സൃഷ്ടിക്കരുത്. എന്തിൽ ഇന്റർഫിയർ ചെയ്യരുത്? സെക്ഷൽ ഡ്രൈവ് ഓർ ആക്ട് ഓർ ഡിസൈർ. സെക്ഷൽ കോണ്ടാക്ട് ഏർപ്പെട്ടിരിക്കുന്ന ആ കപ്പിൾസിന്റെ ആ സെക്ഷൽ എക്സ്പീരിയൻസിൽ, ആ സെക്ഷൽ ഡിസയറിൽ, ആ സെക്ഷൽ ആക്ടിൽ യാതൊരു തരത്തിലുള്ള ഇന്റർഫിയർ ഉണ്ടാക്കാൻ പാടില്ല, തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. ഇത് കോൺട്രാസെപ്ഷന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, സെക്ഷൽ കോണ്ടാക്ട് തടയാൻ വേണ്ടിയില്ല. സെക്ഷൽ കോണ്ടാക്ടിൽ യാതൊരു തരത്തിലുള്ള ഇന്റർഫിയറൻസ് ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ, നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്, should not interfere with the sexual drive or act or sexual desire. Okay. ഇന്ന് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിക്കാം. ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് നോക്കാം. ധാരാളം ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന്റെ പേര് നാച്ചുറൽ ഓർ traditional methods of contraception. Natural or traditional methods. എന്താണ് ഒന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്? എന്താണ്? നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവും സ്പേമും തമ്മിൽ ഉള്ള ഫിസിക്കൽ ആയിട്ടുള്ള മീറ്റിംഗ് ഒഴിവാക്കുകയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിവെൻഷൻ ഓഫ് മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം ഫിസിക്കലി. സോറി, നാച്ചുറൽ ആയിട്ട് അതായത് ഒരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കുന്നില്ല. ഒരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കാതെ സ്പേമും ഓവും തമ്മിൽ മീറ്റിംഗ് ഉള്ള ചാൻസുകൾ ഒഴിവാക്കുകയാണ്. There is prevent the chances of meeting of ovum and sperm naturally. എന്ന് പറഞ്ഞാൽ കപ്പിൾസ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആ കപ്പിൾസ് തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഫലമായിട്ട് ഓവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് നാച്ചുറൽ ആയിട്ട് ഒഴിവാക്കുന്നു. ഇതാണ് നാച്ചുറൽ മെത്തേഡ്സ് ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. അത് ഏതൊക്കെയാണ് നോക്കുന്നത്? ഏതൊക്കെയാണ് നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്? നമ്പർ 1, ഒന്നാമത്തെ നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത് പീരിയോഡിക് abstinence. Second, withdrawal or coitus interruptus. Third one, lactational amenorrhea. So 3 natural methods of contraception ആണ്. ഒന്ന് പീരിയോഡിക് അബ്സ്റ്റിനൻസ്, സെക്കൻഡ് withdrawal or coitus interruptus, തേർഡ് lactational amenorrhea. നോക്കാം നമുക്ക് ഓരോന്ന്. ആദ്യം പീരിയോഡിക് അബ്സ്റ്റിനൻസ്. എന്താണ് അബ്സ്റ്റിനൻസ് എന്ന വേണ്ട അർത്ഥം ചോദിച്ചാൽ അബ്സ്റ്റെയിൻ or avoid, ഒഴിവാക്കുക. അബ്സ്റ്റെയിൻ ചെയ്യുക, ഒഴിവാക്കുക. എന്തൊഴിവാക്കുക? അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട്. സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ കോയിറ്റസ് എന്നൊക്കെ പറയും അല്ലേ. സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക, കോയിറ്റസ് ഒഴിവാക്കുക. എപ്പോഴും ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ഓവുലേഷൻ കുഡ് ബി എക്സ്പെക്റ്റഡ്. നമുക്കറിയാം ഒരു ഫീമെയിലിന് ഫെർട്ടിലൈസേഷന് ചാൻസ് ഉള്ള പീരീഡ് ഏതാ?
എപ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഓവുലേഷൻ കഴിഞ്ഞ് ഏത് ദിവസം വേണമെങ്കിലും ഫെർട്ടിലൈസേഷൻ നടക്കാമല്ലോ. നോർമലി ഒരു ഫീമെയിൽ ഓവുലേഷൻ നടക്കുന്നത് 14th ഡേയിലാണ്, അല്ലെ മെൻസ്ട്രൽ സൈക്കിളിലെ 14th ഡേയിലാണ് ഓവുലേഷൻ നോർമലി പറയുന്നത്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ, ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 അവറിൽ ഈ ഓവം ഫെർട്ടിലൈസ് ചെയ്തിരിക്കണം എന്നാ പറയുന്നത്. ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 അവറിൽ ഈ ഓവം ഫെർട്ടിലൈസേഷൻ വിധേയമായിരിക്കണം. അപ്പൊ നമുക്ക് നോർമലി പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന ഡേ എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിലെ 14th ഡേ ആണ്. സോ നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാക്കൂല, ആവറേജാ പറയുന്നത്. ഒരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ 10 to 17 ഡേയ്സിൽ മെൻസ്ട്രൽ സൈക്കിളിൽ 10 to 17 ഡേയ്സിൽ ഏത് ദിവസം വേണമെങ്കിലും ഫെർട്ടിലൈസേഷൻ നടക്കാം. ഫെർട്ടിലൈസേഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള 99% ഫെർട്ടിലൈസേഷൻ ചാൻസ് ഉള്ള ഡേയ്സ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിൽ 10 to 17 ഡേയ്സ് ആണ്. ഒരു ആവറേജ് എടുത്ത് നമ്മൾ 14 ഡേയ്സ് ആണ് നോർമലി പറയുന്നത്. അപ്പൊ അത് കുറച്ച് ഇങ്ങോട്ട് മാറാം, കുറച്ച് അങ്ങോട്ട് പോകാം, ഡേയ്സിൽ ഒരു വേരിയേഷൻ വരാം. ഇപ്പൊ 10 to 17 ഡേയ്സ് എടുക്കാം. ഇതാണ് ഓവുലേഷൻ നടക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഡേ. അതോടൊപ്പം എന്ത് നടക്കാൻ? ഫെർട്ടിലൈസേഷന് ചാൻസ് ഉള്ള പീരീഡ്. അപ്പൊ ഈ 10 to 17 ഡേയ്സിന് നമ്മൾ ഇങ്ങനെ പറയും ഫെർട്ടൈൽ പീരീഡ് എന്നൊക്കെ പറയും. എന്ത് പറയും? ഫെർട്ടൈൽ പീരീഡ്, ഫെർട്ടിലിറ്റിക്ക് ചാൻസ് ഉള്ള പീരീഡ്, ഫെർട്ടിലൈസേഷന് ചാൻസ് ഉള്ള പീരീഡ്. അപ്പൊ 10ന് മുമ്പും 17ന് ശേഷവും എന്ന് പറയുന്നത് നോൺ ഫെർട്ടൈൽ പീരീഡ് ആണ്, ഇൻഫെർട്ടൈൽ പീരീഡ് ആണ്. റീപ്രൊഡക്ഷനുള്ള ചാൻസ്, ഫെർട്ടിലൈസേഷനുള്ള ചാൻസ്, പ്രഗ്നൻസിക്കുള്ള ചാൻസ് തീരെയില്ല. അപ്പൊ ഈ ഫെർട്ടൈൽ പീരീഡ് ആയ ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിളിലെ ഫെർട്ടിലൈസേഷന് ചാൻസ് ഉള്ള പീരീഡ് ആയ 10 to 17 ഡേയ്സ് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. ഈ ദിവസങ്ങളിൽ എന്തൊഴിവാക്കുക? ഇപ്പം ഒരു കപ്പിൾ ഹസ്ബൻഡും വൈഫ് അവർ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അവർക്ക് ഉടനെ കുട്ടികൾ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പൊ അവർക്ക് അപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ മെത്തേഡാണ് എന്ത്? പീരിയോഡിക് അബ്സ്റ്റൻസ്. ആ ലേഡിയുടെ അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഫലമായിട്ട് ആ കപ്പിളിലെ ഫീമെയിൽ പാർട്ണറിന്റെ മെൻസ്ട്രൽ സൈക്കിൾ 10 to 17 ഡേയ്സ്. ഓക്കെ, നമ്മള് മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചല്ലോ. മെൻസ്ട്രൽ ഫേസ് 3 to 5 ഡേയ്സ് ആണ്. ദെൻ ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ് പഠിച്ചു. ഇതിലെ മെൻസ്ട്രൽ സൈക്കിളിൽ 10 to 17 ഡേയ്സിൽ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡേയ്സിൽ ഫെർട്ടൈൽ പീരീഡ് ആയ 10 to 17 ഡേയ്സിൽ ഇത് ഒഴിവാക്കുക, അവര് സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. സോ 10ന് മുമ്പും 17ന് ശേഷവും സെക്ഷൽ കോണ്ടാക്ട് ഏർപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്പേം പോയാലും അവിടെ എന്തില്ല? ഓവം ഇല്ല. അപ്പൊ ഓവത്തിന്റെ പ്രസൻസ് ഉള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഓവത്തിന്റെ പ്രസൻസ് വരുന്ന പീരീഡ് ആണ് 10 to 17 ഡേയ്സ്. ആ ദിവസങ്ങളിലെ സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുന്നത് വഴി ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് തടയാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. So periodic abstinence is based on the fact that the couples avoid coitus during the period of 10 to 17 days of menstrual cycle where ovulation could be expected. Ovulation expect ചെയ്യാൻ കഴിവുള്ള, ovulation expect ചെയ്യുന്ന, ഫെർട്ടിലൈസേഷൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പീരീഡ്സ് ആയ 10 to 17 ഡേയ്സിലെ കോയിറ്റസ് ഒഴിവാക്കുന്നത് വഴി സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് withdrawal or coitus interruptus. Withdraw means പിൻവലിക്കുക, അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഇന്ററപ്റ്റ് മീൻസ് തടസ്സപ്പെടുത്തുക, കോയിറ്റസിനെ തടസ്സപ്പെടുത്തുക. കോയിറ്റസ് മീൻസ് സെക്ഷൽ കോണ്ടാക്ട്. സെക്ഷൽ കോണ്ടാക്ട് തടസ്സപ്പെടുത്തുക. അതായത് ഇത് ചെയ്യുന്നത് മെയിൽ പാർട്ണറാണ്. മെയിൽ പാർട്ണർ ചെയ്യുന്ന കാര്യം withdraw his penis from vagina just before ejaculation. എന്താ ഇജാക്കുലേഷൻ? നമ്മൾ പഠിച്ചല്ലോ. ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് റിലീസ് ഓഫ് സെമൻ ഫ്രം പെനിസ്. മെയിൽ പാർട്ണറിന്റെ പെനിസിൽ നിന്ന് സെമൻ റിലീസ് ചെയ്യുന്ന, സ്പേം അടങ്ങിയ സെമൻ റിലീസ് ആവുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇജാക്കുലേഷൻ. ഫീമെയിൽ വജനിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്താൽ അത് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയും. കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പെനിസിൽ നിന്ന് സെമൻ റിലീസ് ആവുന്ന പ്രോസസ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് പെനിസ് ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസെമിനേഷൻ. ഇവിടെ നടക്കുന്ന പ്രക്രിയ മെയിൽ പാർട്ണർ സെക്ഷൽ കോണ്ടാക്ട് സമയത്ത്, കോയിറ്റസ് സമയത്ത് ഫീമെയിൽ വജൈനയിൽ നിന്ന് എന്തിനാ വിഡ്രോ ചെയ്യുന്നു? പെനിസിന്. എന്തിന്? എപ്പോഴും? ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ, ഇജാക്കുലേഷന് തൊട്ട് മുന്നേ. അപ്പൊ എന്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടത്തില്ല? സെമൻ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടത്തില്ല. ഓക്കെ, സോ ഹിയർ ദ മെയിൽ പാർട്ണർ വിഡ്രോ ഹിസ് penis from vagina just before ejaculation. That is by to prevent insemination. അതുവഴി എന്ത് പ്രിവെന്റ് ചെയ്യാം? ഇൻസെമിനേഷൻ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇജാക്കുലേഷന് തൊട്ട് മുന്നേ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പീരിയോഡിക് അബ്സ്റ്റൻസിൽ 10 to 17 ഡേയ്സിലെ മെൻസ്ട്രൽ സൈക്കിൾ ഒഴിവാക്കും. ഇനി 10 to 17 ഡേയ്സിലെ 10 to 17 ഡേയ്സിലെ സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇനി 10 to 17 ഡേയ്സിലെ സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുന്നില്ല എന്നെങ്കിൽ
ആ ഡേയ്സിലും അവർക്ക് സെക്ഷൽ കോൺടാക്ട് ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ ഈ ഒരു മെത്തേഡ് അവലംബിച്ചാൽ മതി. എന്ത് ചെയ്യുക, മെയിൽ പാർട്ണർ ഇജാക്കുലേഷന് തൊട്ട് മുന്നേ, സെമൻ റിലീസ് ആവുന്നതിന് തൊട്ട് മുന്നേ ഫീമെയിൽ വജനിൽ നിന്ന് പെനിസിനെ വിഡ്രോ ചെയ്യുക. അപ്പൊ സെമൻ എൻ്റർ ചെയ്യപ്പെടത്തില്ല, വജനിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടത്തില്ല, സ്പേമിന്റെ യോഗത്തിൽ മീറ്റിംഗ് തടയാൻ പറ്റും. അതിന് വിളിക്കുന്നവരാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. The last one is lactational amenorrhea. എന്താണ് amenorrhea എന്ന് പറഞ്ഞാൽ? A എന്ന് പറഞ്ഞാൽ അർത്ഥം absence. Absence of menstruation. Menorrhea means menstruation. Absence of menstruation. Menstruation ഇല്ല എപ്പോഴും during lactation. എന്താ lactation? ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മയുടെ മാമറി ഗ്ലാൻഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അത് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാക്ടേഷൻ. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ബൈ ദ മാമറി ഗ്ലാൻഡ് ഫോളോവിംഗ് പാർച്യൂറേഷൻ. ബർത്ത് കഴിഞ്ഞ് പാർച്യൂറേഷൻ കഴിഞ്ഞ് മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാക്ടേഷൻ. അതായത് ഈ ഡെലിവറി കഴിഞ്ഞ് ഇന്റൻസ് ആയിട്ട് ലാക്ടേഷൻ നടക്കുന്ന സമയത്ത് അമ്മയിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല. മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്നില്ല. മെൻസ്ട്രുവൽ സൈക്കിൾ എപ്പോഴും സ്റ്റോപ്പ് ചെയ്തതാണ്? ഫെർട്ടിലൈസേഷൻ സമയത്ത് ഒരു ലേഡി പ്രഗ്നൻസി അറ്റൈൻ ചെയ്ത സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആയതാണ്. ഇനി ഈ മെൻസ്ട്രുവൽ സൈക്കിൾ പിന്നെ ആരംഭിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു 3-4-6 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത മെൻസ്ട്രുവൽ സൈക്കിൾ ആരംഭിക്കുന്നത്. അതായത് ഡെലിവറി കഴിഞ്ഞാലും ലേഡിയിൽ എന്ത് ആരംഭിക്കത്തില്ല ഉടനെ മെൻസ്ട്രുവൽ സൈക്കിൾ. ആ മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കത്തില്ല, മാത്രമല്ല അവിടെ ഓവുലേഷനും നടക്കത്തില്ല. അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിന്റെ പേരാണ് പ്രൊലാക്റ്റിൻ. ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇതാണ് അമ്മയുടെ മാമറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ പ്രൊലാക്റ്റിൻ ഒരു കഴിവുകൂടെ ഉണ്ട്. ഈ പ്രൊലാക്റ്റിൻ നേരെ ചെന്ന് അമ്മയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള FSH-ഉം LH-ഉം എന്ന് പറയുന്ന 2 ഹോർമോണിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ്. സോ അതിനർത്ഥം ഒരു ലേഡിയുടെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലേഡിയിൽ ലാർജ് എമൗണ്ടിൽ എന്തുണ്ട്? പ്രൊലാക്റ്റിൻ ഉണ്ട്. അതാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ പ്രൊലാക്റ്റിന്റെ പ്രസൻസിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ഉത്പാദിപ്പിക്കില്ല? FSH-ഉം LH-ഉം ഉത്പാദിപ്പിക്കുന്നില്ല. നമുക്കറിയാം FSH-ന്റെ LH-ന്റെ ഫംഗ്ഷൻ ഇതാണ്. എന്തിനു സഹായിക്കുന്ന? ഓവുലേഷൻ സഹായിക്കുന്ന, ഓവം റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ആ ലേഡി പ്രൊലാക്റ്റിൻ ഉള്ളിടത്തോളം കാലം FSH-ഉം LH-ഉം ഇല്ല. അതോടൊപ്പം FSH LH ഇല്ലാത്തതുകൊണ്ട് ആ ലേഡിയിൽ എന്തില്ല? ഓവുലേഷൻ ഇല്ല. അതായത് ആ ലേഡിയിൽ എന്തില്ല? മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല. അതിന്റെ അർത്ഥം പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞാലും മാക്സിമം ഒരു 6 മന്ത്സ്, ഇതിന്റെ പീരീഡ് മാക്സിമം 6 മന്ത്സ് ആണ് കേട്ടോ. മാക്സിമം 6 മന്ത്സ് വരെ ആ ലേഡിയിൽ എന്തില്ല? മാക്സിമം എന്നാണ് പറഞ്ഞത്, മിനിമം എന്നല്ല പറഞ്ഞത്. മാക്സിമം 6 മന്ത്സ് വരെ ആ ലേഡിയിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആ പാർച്യൂറേഷൻ കഴിഞ്ഞ് 6 മന്ത്സ് കാലയളവിൽ സെക്ഷൽ കോൺടാക്ട് ഏർപ്പെട്ടാലും അവിടെ ഒരിക്കലും സ്പേം ഓവം തമ്മിൽ മീറ്റ് ചെയ്യത്തില്ല. കാരണം സ്പേം പോയാലും അവിടെ എന്തില്ല? ഓവമില്ല, ഓവുലേഷൻ നടക്കുന്നില്ല. ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് FSH and LH. And this is called lactational amenorrhea. So amenorrhea means A means absence of menstruation during lactation. ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞ ലാക്ടേഷൻ സമയത്ത് അമ്മ കുഞ്ഞിനെ നല്ലതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ ലേഡിയിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല. കാരണം ആ ലേഡിയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിൽ നിന്ന് FSH LH റിലീസ് ചെയ്തില്ല. അതിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരാണ്? പ്രൊലാക്റ്റിൻ ആണ്, മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഹോർമോൺ. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ് മാക്സിമം 6 മന്ത്സ് വരെ ആ ലേഡിയിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല, ഓവുലേഷൻ ഇല്ല. അതുകൊണ്ട് എന്തിനുള്ള ചാൻസ് ഇല്ല? ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് ഇല്ല. ആൻഡ് ദിസ് പ്രോസസ്, ദിസ് മെക്കാനിസം, ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ആസ് ലാക്ടേഷണൽ amenorrhea. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 3 നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഒരു തരത്തിലുള്ള ഇവിടെ ഡിവൈസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ? ഒരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കാതെ കപ്പിൾസ് തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഫലമായി ഓവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നു, നാച്ചുറൽ ആയിട്ട് ഒഴിവാക്കുന്നു. അതുകൊണ്ടാണ് പേരിട്ടത് നാച്ചുറൽ മെത്തേഡ്സ് ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. 3 പീരിയോഡിക് അബ്സ്റ്റിനൻസ്, വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ് ആൻഡ് ലാക്ടേഷണൽ amenorrhea. അപ്പോൾ ഒരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് പഠിച്ചു. ഇനി നമുക്ക് ഏകദേശം 5 തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.